ഇന്ന് ഞാൻ അവിൽ വെച്ചിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് വെള്ള അവിലാണ്. ഏത് ടൈപ്പ് അവിലെടുത്താലും കുഴപ്പമില്ല. ഈ ഒരു റെസിപ്പി എണ്ണയിൽ പൊരിക്കൊന്നും വേണ്ട കേട്ടോ, ഒരു പഴയ കാല റെസിപ്പിയാണ്. എന്തായാലും കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്ക്, എന്തായാലും ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ ഈ ഒരു പാനിൽ തന്നെ ഈ ഒരു അവിൽ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട്, അപ്പം അത് നിങ്ങൾക്ക് അവിൽ എത്ര വേണമെങ്കിൽ എടുക്കാം, അതിനനുസരിച്ച് ബാക്കിയുള്ള സാധനത്തിൻ്റെ അളവൊന്ന് കൂട്ടി കൊടുത്താൽ മതിയാവും. അപ്പം ഇത് നമുക്ക് വറുത്തെടുക്കുക. കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കട്ടെ ഇതിൻ്റെ അകത്തേക്ക്. ഞാനിപ്പോൾ 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാത്തവരുണ്ടെന്ന് ഹൈപ്പ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാ ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിത് നല്ലോണം ഇളക്കി കൊടുക്കാം. ആ ഒരു നെയ്യ് എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഈ ഒരു റെസിപ്പി ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. സാധനങ്ങൾ കയ്യിലുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടോ. നെയ്യ് എല്ലാ ഭാഗത്തും എത്തിയിട്ട് ഇതൊന്ന് നല്ലോണം ചൂടായി വന്നിട്ട് ഇതൊന്ന് നമ്മളിങ്ങനെ പിടിച്ച് ഇങ്ങനെ ഞെരിക്കുന്ന സമയത്ത് പൊടിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ ഇതാ ചെറിയ തോതിലൊന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ഈ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യിലേക്ക് നമുക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പകുതി ഉള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നമുക്ക് നല്ല നൈസാക്കി ഇത് കട്ട് ചെയ്യണം കേട്ടോ. അത് ഇതേപോലെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇനി ഇത് നല്ലോണം ഒന്ന് കളറൊന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതാ ഒന്നും കൂടി നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ആ ഒരു അണ്ടിപ്പരിപ്പും കിസ്മിസും അതുപോലെ തന്നെ ഉള്ളിയും കൂടി ഒന്ന് മൂത്ത് വന്നോട്ടെ നല്ലോണം. ഇതിലേക്ക് കുറേ നെയ്യിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, കുറച്ച് നെയ്യാക്കിയിട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഇത് നല്ലോണം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അരമുറി തേങ്ങ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്നും കൂടി വറുത്ത് കൊടുക്കുക. നല്ലോണം വറുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കുറച്ചൊന്ന് ചൂടായി വന്നാൽ മാത്രം മതിയാവും. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കരിജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നേരം. അപ്പോൾ ഇതാ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലോണം. ഇതൊന്ന് ചെറുങ്ങനെ ഒന്ന് കളർ മാറി വന്നോട്ടെ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 മുട്ടയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഒന്നും കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. തേങ്ങയും പഞ്ചസാരയും ഒന്ന് ചോന്ന് വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. നല്ലോണം ചോക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചെറുങ്ങനെ ഒന്ന് കളർ മാറി വരും കേട്ടോ. ആ ഒരു സമയത്താണ് മുട്ട ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് നല്ലോണം ഒന്ന് ചിക്കി ഇട്ട് കൊടുക്കുക. നല്ലോണം വറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് മുട്ട ഒന്ന് നല്ലോണം ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതിയാകും. അപ്പോൾ അതാ ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അവിലില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ആ മുട്ടയും തേങ്ങയും എല്ലാ ഭാഗത്തും എത്തേണ്ടിയിട്ടാണ് കേട്ടോ അതേപോലെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ അവിൽ കുഴച്ചെടുക്കുന്നില്ല, ആ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതാ ഇതേപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കിട്ടോ. എന്തായാലും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. നമ്മളിത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഇതിൽ കിടന്ന് ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു റെസിപ്പി
അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് തണിഞ്ഞതിന് ശേഷം നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ. പിറ്റേന്ന് വരെ നമുക്ക് കേട് കൂടാണ്ട് വെക്കാം. അതുപോലെ തന്നെ വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല അടിപൊളി ടേസ്റ്റാണ്. ചെയ്ത് നോക്കാത്തവരുണ്ട് ചെയ്ത് നോക്കിട്ടോ. എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു പോകാതെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകരുത്. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ. അപ്പോൾ അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.